പ്രേക്ഷകർ വളരെയധികം ചിന്തിച്ചുകൊണ്ട് മാത്രം തിരഞ്ഞെടുക്കുന്ന താരപത്നികളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ചിന്തിച്ചെടുത്തൊരു താരപത്നി തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക സുരേഷ് ഗോപി. നടന്റെ ഭാര്യ എന്നതിനേക്കാൾ ഉപരി തന്റെ സ്വന്തം കഴിവുകൊണ്ട് തന്നെ പ്രേക്ഷകർ എപ്പോഴും ഏറ്റെടുക്കുന്ന ഒരു താരം കൂടിയാണ് രാധിക. നന്നായി പാട്ടുപാടും, 4 മക്കളെയും പൊന്നുപോലെ നോക്കി. സുരേഷ് ഗോപി രാഷ്ട്രീയം, സാമൂഹ്യ സേവനം, അഭിനയം എന്ന് പറഞ്ഞ് നടന്നപ്പോഴൊക്കെ തന്നെയും മക്കളെ പൊന്നുപോലെ നോക്കിയതെല്ലാം തന്നെ രാധിക തന്നെയാണോ എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാം. അത്രമാത്രം സ്നേഹമാണ് പ്രേക്ഷകർക്ക് രാധികയോട് തന്നെ പറയാനും പങ്കുവയ്ക്കാനുമുള്ളത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നത് രാധികയുടെ കൂട്ടുകാരികളെല്ലാം ഒത്തുചേർന്നപ്പോഴുള്ള ഒരു സംഭവം തന്നെയാണ്. വൃന്ദയും അതുപോലെ രാധികയും അതുപോലെ രാധികയുടെ മറ്റു 2 സുഹൃത്തുക്കൾക്കും ചേർന്ന് ഒരു ദിവസം അടിച്ചു പൊളിച്ചിരിക്കുകയാണ് എന്ന് പറയാം. അതിനെ ബ്രഞ്ച് വിത്ത് 80s എന്നാണ് പങ്കുവച്ചിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒരുമിച്ച് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ ആഘോഷമാക്കി മാറ്റിയിരിക്കുന്നത്. 4 പേരും കൂടി അടിപൊളിയാക്കിയിരിക്കുകയാണ്. അടിച്ചു പൊളിച്ച് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും വളരെയധികം തന്നെ ഏറ്റെടുക്കുകയാണ് എന്ന് തന്നെ പറയും. എല്ലാവരും വളരെയധികം സ്നേഹത്തോടെ നിൽക്കുന്നുണ്ട്. 80s വസന്തം എന്നാണ് ഇപ്പോൾ ഇതിനെ പങ്കുവച്ചിരിക്കുന്ന പേരും. ഇതിലൊരു താരത്തിൻ്റെ മകളാണ് ഈ ചിത്രങ്ങളെല്ലാം പങ്കുവച്ചിരിക്കുകയും ഏറ്റെടുത്തിരിക്കുകയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. മൃണാളിനി എന്ന ഒരു സാരി ബ്രാൻഡിനെ കുറിച്ച് എല്ലാവർക്കും നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ആ വാർത്ത ഏറ്റെടുക്കാറുമുണ്ടായിരുന്നു. ഇപ്പോഴിതാ മൃണാളിനിയുടെ അമ്മയും അതുപോലെ 2 അവരുടെ സുഹൃത്തുക്കളും കൂടി ഒത്തുചേർന്നപ്പോൾ പ്രേക്ഷകരെല്ലാവരും ആ വാർത്ത ഏറ്റെടുക്കുകയാണ്. ഒരു പാട്ട് പാടിയിട്ടാണ് ഇപ്പോൾ ഈ രാധികയുടെ വാർത്തകളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഇത്രമാത്രം സന്തോഷത്തിൽ രാധിക നിൽക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. കൂട്ടുകാരികളോടൊപ്പം രാധിക എങ്ങനെയാണെന്ന് നോക്കൂ. വളരെയധികം ഭവ്യത, അടക്കവും ഒതുക്കവുമുള്ള സ്വഭാവം. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കണ്ടുപഠിക്കേണ്ട ഒരു സ്വഭാവം തന്നെയാണ്. ഒന്നിനും ഒരു കുറവില്ല. ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിനും അതിൻ്റേതായ ഒരു ഭവ്യത, എല്ലാത്തിനും അതിൻ്റേതായ ഒരു മാന്യത. അങ്ങനെയാണ് എപ്പോഴും രാധിക നിൽക്കാറുള്ളത്. രാധികയുടെ ആ സ്വഭാവമാണ് പ്രേക്ഷകർക്ക് ഇഷ്ടം. സാധാരണ താരപത്നികളെ പോലെയൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ സുചിത്രയെ പോലെയോ അല്ലെങ്കിൽ സുൽഫത്തിനെ പോലെയും അല്ല. എപ്പോഴെപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിലൊന്നും എത്താറില്ല. എത്തുമ്പോൾ എപ്പോഴും ചിരിയായി തന്നെ നിൽക്കും. മക്കളുടെ ചിത്രങ്ങളുമായിട്ട് എത്തുമ്പോഴും രാധികയ്ക്ക് എപ്പോഴും ചിരിയാണുള്ളത്. അങ്ങനെ എല്ലാത്തിനും മറുപടി പറയാറില്ല. മക്കളെ നന്നായി വളർത്തി ഇത്രയും നാളും വീട്ടിലിരുന്നു. ഇപ്പോൾ മക്കൾ സിനിമയിലും പഠിത്തത്തിലുമായി തന്നെ അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ രാധിക പതിയെ തൻ്റെ ജീവിതത്തിലെ ഇഷ്ട സംഭവങ്ങൾക്ക് പിന്നാലെ പോകാൻ തുടങ്ങി. സൗഹൃദവും അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ പാട്ടും ഡാൻസുമായി ബഹളമായി തുടങ്ങി. അങ്ങനെയായി ഇപ്പോൾ ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് ഈ വാർത്തയെല്ലാം. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ആ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ തന്നെ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയെ ഇത് മാറാനുള്ള കാരണവുമുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. പ്രേക്ഷകരുടെ പ്രീതിയാണ് ശരിക്കും പറഞ്ഞാൽ വളരെയധികം ഏറ്റവും കൂടുതൽ ആരാധകർ ഏറ്റെടുക്കുന്നത്. സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹം പുലർത്തുന്ന ഒരു വാർത്തയെ ഇത് മാറുകയും ചെയ്യുന്നു. ആരാധകരെല്ലാവരും രാധികയ്ക്ക് ആശംസകൾ അറിയിക്കുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.